വരവോടുകൂടി അരവിന്ദൻ്റെ എല്ലാ അസുഖങ്ങളും മാറി. അരവിന്ദൻ വീണ്ടും ജീവിതത്തിലോട്ട് വന്നു. ചന്തു തന്നോട് താൻ അറിയാതെ ചെയ്തു പോയ തെറ്റ് പൊറുത്തു. അവൻ വീണ്ടും ഒരു കളങ്കവുമില്ലാതെ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായി മാറുന്ന ഒരു രംഗത്തിന് വേണ്ടി അരവിന്ദൻ കാത്തിരിക്കുകയായിരുന്നു. അരവിന്ദൻ്റെ ഭാര്യ പത്മിനി ചന്തുവിനോട് കൈകൂപ്പി മാപ്പ് പറഞ്ഞു. ഞാൻ ഒരുപാട് നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ അരവിന്ദന് നല്ലൊരു സുഹൃത്തല്ല, പകരം അരവിന്ദൻ്റെ ദോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അരവിന്ദൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളാണെന്നും ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. തുടക്കം മുതലേ എനിക്ക് നിങ്ങളോട് വല്ലാത്ത ദേഷ്യവും വൈരാഗ്യവും ഉണ്ടായിരുന്നു. അതെല്ലാമാണ് ഇതിനെല്ലാം കാരണം. ഞാൻ നിങ്ങളെ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി. അരവിന്ദനെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ഭാര്യയായ എനിക്ക് പോലും കഴിഞ്ഞില്ല. ഞങ്ങളുടെ മോനെ കണ്ടിട്ട് പോലും അരവിന്ദൻ തിരിച്ച് ജീവിതത്തിലോട്ട് വന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് വന്നു അരവിന്ദനെ ഒന്ന് തൊട്ട് ഉണർത്തി സംസാരിച്ചപ്പോഴത്തേക്കും അരവിന്ദൻ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. എൻ്റെ ജീവിതം തന്നെ തിരിച്ചു തന്നത് ഇപ്പോൾ നിങ്ങളാണ്. നിങ്ങളോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കൈകൂപ്പി ഒരുപാട് പത്മിനി കരഞ്ഞു. ഇതിനൊന്നും ഒരു മറുപടി പറയാതില്ലാതെ ചന്തു നിസ്സഹായനായി നോക്കി നിൽക്കെ അരവിന്ദനും ഭാര്യ പത്മിനിയും ഇന്ന് വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ കാലം അവർക്ക് ഒരുപാട് ദുരന്തങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞതായിരുന്നു. എന്നാൽ അതിനെല്ലാം പകരമായി ദൈവം ഇന്ന് അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ കാറ്റുകൾ വീശിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ ഇപ്പോഴാണ് ജീവിതം ശരിക്ക് ജീവിച്ചു തുടങ്ങുന്നത്. ജോയും വിവാഹമെല്ലാം കഴിച്ച് പോണ്ടിച്ചേരിയിൽ തന്നെയാണ് താമസം. ജോയ്ക്ക് ഒരു മകനുണ്ട്. മകൻ്റെ പേര് സണ്ണി എന്നാണ്. ജോയുടെ ഭാര്യ ഗീത. ജോയുടേതും ഒരു പ്രണയവിവാഹം തന്നെയായിരുന്നു. പോണ്ടിച്ചേരിയിലായിരുന്നു പ്രണയം. അവിടെ തന്നെ ജോയ് സെറ്റിലാവുകയും ചെയ്തു. വല്ലപ്പോഴും നാട്ടിലോട്ടൊക്കെ വരാറുണ്ട്. ജോയ്ക്ക് അവിടെ എന്തിനും ഏതിനും തുണയായി ലാസർ ഇളയപ്പനുണ്ട്. ഇളയപ്പൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ ഒരു വീട് വയ്ക്കാനും ഒക്കെ ജോയ് തീരുമാനിച്ചത്. എന്നാലും വല്ലപ്പോഴും നാട്ടിലോട്ട് വരാറുണ്ട്. ഇവർ അവിടെയും ഇവിടെയുമായി ആണ് താമസമെങ്കിലും അവർ കൂട്ടുകാർ തമ്മിൽ ഇപ്പോഴും വലിയ അടുപ്പം തന്നെയാണ്. ആ അടുപ്പം അവരുടെ മക്കളും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഉമയാവട്ടെ ഉമയുടെ കാത്തിരിപ്പ് വെറുതെയായില്ല. ചന്തു നാട്ടിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം അവരെടുത്ത ഏറ്റവും വലിയ തീരുമാനമായിരുന്നു ഉമയുടെയും ചന്തുവിൻ്റെയും വിവാഹം. കുടുംബങ്ങളെല്ലാം ആലോചിച്ച് അത് എത്രയും പെട്ടെന്ന് നടത്തിക്കൊടുത്തു. കാരണം ഉമ ഒരുപാട് ചന്തുവിനെ കാത്തിരുന്ന് വേറൊരു വിവാഹത്തിന് തയ്യാറാവാതെ ഇരുന്നതാണ്. അപ്പോൾ ഉമയുടെ സ്നേഹം സത്യമാണ്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ഇന്ന് ഉമയ്ക്കും ചന്തുവിനും ഒരു മകളുണ്ട്, റാണി. ഉമയും ചന്തുവും അവരുടെ നാട്ടിൽ തന്നെ ഉമയുടെ ആഗ്രഹപ്രകാരം ഒരു വീടെടുത്തു. ആ വീട്ടിലാണ് അവരുടെ താമസം. അവരും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചതല്ലേ ആദ്യം. ഇന്നവർ വളരെ സന്തോഷത്തിലാണ് അവരുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും 3 പേരും മക്കളോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ ജീവിതം എന്തായിരുന്നു എന്നുള്ളത് മക്കൾക്കും അറിയാം. ഇവരെല്ലാവരും മാസത്തിൽ ഒരു തവണയെങ്കിലും അരവിന്ദൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലോ ആയി ഒത്തുകൂടാറുണ്ട്. അരവിന്ദൻ്റെ മകനും വലിയ ആളായിട്ടോ ഇന്ന് നഗരത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനാണ് അരവിന്ദൻ്റെ മകൻ. അരവിന്ദൻ്റെ മകന് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വലിയ ഐഡിയ ഉള്ളതിനാൽ അരവിന്ദൻ മകൻ്റെ ഇഷ്ടത്തിന് അവനെ വിട്ടുകൊടുത്തു. ഇന്ന് അവൻ ലോകമറിയുന്ന ഒരു ബിസിനസ്മാനായി മാറുകയും ചെയ്തു. പോണ്ടിച്ചേരിയിലാവട്ടെ ജോയും കുടുംബവും അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് ഇപ്പോൾ. ചന്തുവിൻ്റെയും അരവിന്ദൻ്റെയും ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ ജോയിക്കും സന്തോഷമില്ല. ഉമയും ചന്തുവുമാവട്ടെ അവരും ഇന്ന് നാട്ടിൽ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അരവിന്ദനും ഭാര്യയും അച്ഛനോടും അമ്മയോടുമൊപ്പം ആ വീട്ടിൽ സന്തോഷത്തോടെയാണ് അവരും ജീവിക്കുന്നത്. വലിയമ്മയും വലിയച്ഛനും ആ വീട്ടിൽ നിന്നും മാറിയതോടുകൂടി അവർക്ക് ആ വീട്ടിൽ പിന്നീട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇന്ന് അവരുടെ ജീവിതം വളരെ ഹാപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ഇനി അടുത്തതായി ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന് പറയാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.